ഇന്നൊരു കുഞ്ഞ് വീഡിയോ കേട്ടോ. വേദയ്ക്ക് പനി പിടിച്ചു. ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞില്ലേ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ പനി, ഇന്ന് സ്കൂളുണ്ടായിരുന്നതാണ്, പക്ഷെ പോകാൻ പറ്റിയില്ല. പനിയായിരുന്നു. പിന്നെ ജലദോഷമായിട്ടില്ല, അവൾക്ക് തലവേദന, തല ഇങ്ങനെ കുനിയുമ്പോഴും തിരിയുമ്പോഴും ഒക്കെ ഒരു തലവേദന. അപ്പോൾ സൈനസൈറ്റിസിൻ്റെ ആണ്. അന്ന് വന്നത് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടാവില്ല, അപ്പോൾ വീണ്ടും ഇൻഫെക്ഷൻ ആയിട്ടായിരിക്കും വന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ PRS ഹോസ്പിറ്റലിൽ വന്നു. അവളെ സ്ഥിരം കാണിക്കുന്നത് നമ്മുടെ രാജശേഖരൻ ഡോക്ടറാണ്, കോസ്മയിലുള്ള ഡോക്ടർ. 5-ാം തീയതി വരെ ലീവാണ്. അപ്പോൾ പിന്നെ PRSൽ വരാനായിട്ട് കരുതി. ഇടയ്ക്ക് ഞങ്ങളൊരു പ്രാവശ്യം ഇതുപോലെ ഒരു അത്യാവശ്യമായിട്ട് വന്നപ്പോൾ PRSലൊരു ഡോക്ടറെ കണ്ടു, ഗോപകുമാർ എന്ന് പറഞ്ഞിട്ട്. ഡോക്ടർ കുഴപ്പമില്ല, ഓക്കെയാണ്. അതുകൊണ്ട് പിന്നെ ഡോക്ടറെ ഒന്ന് കാണിക്കാമെന്ന് കരുതി അങ്ങനെയാണ് വന്നത്. വന്നിട്ട് ഇവിടെ ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അച്ഛനും മോളും കൂടെ അടി കൂടുക കേട്ടോ. എപ്പോഴും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ സാധാരണ അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടാണ് ഇടാറ്. ഇന്നിപ്പോൾ ഞാൻ കരുതി എന്തായാലും കോപ്രായൊക്കെ അങ്ങ് ഇടാമെന്ന് കരുതി. ഞാൻ പറഞ്ഞു ഞാൻ സത്യമായിട്ട് വീഡിയോ ഇടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇടില്ല എന്നുള്ള ധൈര്യത്തിലാണ് ഏട്ടനും കൂടെ ഇരുന്ന് കളിക്കുന്നത് കേട്ടോ. പക്ഷേ ഞാൻ കരുതി അവിടെ കിടക്കട്ടെ എന്ന് കരുതി. എന്നിട്ട് അച്ഛനും മോളും കൂടെ വഴക്കൊക്കെ കൂടിയിട്ട് ഏട്ടൻ എണീറ്റ് പോയി. വേദ എണീറ്റ് ഇപ്പുറത്തെ സൈഡിലിരുന്ന് കേട്ടോ. അപ്പോൾ തിരക്കുണ്ട്, ചെറിയൊരു തിരക്കുണ്ട്. പീഡിയാട്രിക് സെക്ഷനാണ്. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സും, വേറെ ഡോക്ടേഴ്സ് ഈ ഒരു സെക്ഷനിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും അവരെയൊക്കെ കാണാനായിട്ട് വന്നതാണ്, ഒരു ഡോക്ടറെ മാത്രം കാണാനായിട്ട് വന്നതല്ല. എന്നിട്ട് ഡോക്ടർ എല്ലാം കണ്ടിറങ്ങിയ ശേഷം, ഇതെൻ്റെ ഒരു ഫ്രണ്ടാട്ടോ, സംഗീത എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചി ഇവിടെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ജസ്റ്റ് ചേച്ചി ഒന്ന് കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഫാർമസി ചെന്നപ്പോൾ ഭയങ്കര തിരക്ക്. അപ്പോൾ തൊട്ട് ചേർന്ന് ഇതിനൊരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട് കേട്ടോ. അവിടെ ചെന്നാണ് പിന്നെ വാങ്ങിയത്. ടാബ്ലറ്റെല്ലാം അവിടെ ചെന്ന് വാങ്ങി. അവിടെ വലിയ തിരക്കില്ല, പക്ഷേ ഫാർമസിയിൽ ഭയങ്കര തിരക്ക്. അപ്പോൾ പിന്നെ ക്യൂ നിൽക്കാൻ വയ്യാത്തതുകൊണ്ടാണ് പുറത്ത് ഇറങ്ങി വാങ്ങിയത്. എന്നിട്ട് വേദയ്ക്ക് ബൂസ്റ്റർ ചായ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നേരെ പൂജപ്പുര, നമ്മൾ സ്ഥിരം കുടിക്കുന്ന ബൂസ്റ്റർ ചായ കുടിക്കാനായിട്ട് പോയി. അപ്പോൾ ഒരു 12:30 മണിയൊക്കെ ആയ കേട്ടോ. അങ്ങനെ വേദയ്ക്ക് ഒരു ബൂസ്റ്റർ ചായയും പറഞ്ഞു. ഞാനിപ്പോൾ ബൂസ്റ്റർ ചായ മാറ്റി പിടിച്ചിട്ട് നമ്മുടെ ബദാം ടീയാണ് കുടിക്കുന്നത് കേട്ടോ. ഇപ്പോൾ അവിടെ വന്നിട്ട് വേദ ബൂസ്റ്റർ ചായ കുടിച്ചു, ഞാൻ ഒരു ബദാം ടീ പറഞ്ഞു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ബദാം ടീയാണ്. ഏതെങ്കിലും ഒന്നിങ്ങനെ മനസ്സിൽ കയറിയാൽ പിന്നെ കുറേ നാളത്തേക്ക് അതങ്ങനെ ആയിരിക്കും കേട്ടോ. എന്നിട്ട് ചായ എല്ലാം കുടിച്ച ശേഷം വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ വേദയ്ക്ക് വിശക്കണമെന്ന് പറഞ്ഞു. വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ ഞാൻ നെട്ടയത്തുനിന്നാണ് വന്നത് കേട്ടോ. ഒന്നും കുക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നാൾ പോയപ്പോൾ വാങ്ങിയ മറ്റേ നഗറ്റ്സ് ഉണ്ടായിരുന്നു, ചിക്കൻ നഗറ്റ്സ് ഉണ്ടായിരുന്നു. അതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ അത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടു. ഇപ്പോൾ വേദയ്ക്ക് ഡോക്ടർ ടാബ്ലറ്റൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട്. രാവിലെ പനി ഉണ്ടായിരുന്നു, അപ്പം പാരസെറ്റമോൾ കൊടുത്തപ്പോൾ പനി അങ്ങ് മാറിയിട്ട് ഇപ്പോൾ സൈനസൈറ്റിസിൻ്റെ ടാബ്ലറ്റാണ് കൊടുത്തത്. അപ്പോൾ അത് കഴിച്ചപ്പോൾ തന്നെ വേദയ്ക്ക് തലയുടെ ആ ഒരു ബുദ്ധിമുട്ട് അങ്ങ് മാറി കിട്ടി കേട്ടോ. എന്നിട്ട് വേദ വന്നിരുന്ന് TV കാണുകയാണ്. മറ്റേ നഗറ്റ്സ് റെഡിയായി. അതിനെ ഞാൻ എടുത്ത് വേദയ്ക്ക് സോസൊക്കെ വെച്ച് കൊടുത്തു. വിശപ്പങ്ങ് മാറി കിട്ടി. അപ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞു, ഏട്ടൻ ബിരിയാണി വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ബിരിയാണി വേണ്ട, എപ്പോഴും ബിരിയാണി ചിക്കനൊക്കെ വേണ്ടാന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു ഊണ് വാങ്ങിയാൽ മതി, ഒരൊറ്റ ഊണ് വാങ്ങിയാൽ മതി, എനിക്കങ്ങനെ വേണമെന്നില്ല. വേദയ്ക്കും കൊടുത്ത ഏട്ടനും കഴിക്കാനുള്ള ഊണ് അതിലുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടൻ ഊണ് വാങ്ങാനായിട്ട് പോയി. വേദയ്ക്ക് പിന്നെ ഈ നഗറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിക്കൻ്റെ കണ്ടാൽ മതി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വയ്യാത്തതുകൊണ്ട് ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇതായതുകൊണ്ട് പിന്നെ കഴിച്ചു കേട്ടോ. പക്ഷേ അത്ര പനി അങ്ങനെയൊന്നുമില്ല. ഇത് തലവേദന, അത് മൈഗ്രെയിനൊന്നും അല്ല, ഇത് സൈനസൈറ്റിസിൻ്റെയാണ്. കാരണം കുനിയുമ്പോഴും അങ്ങോട്ട് നോക്കുമ്പോഴും ഇങ്ങോട്ട് നോക്കുമ്പോഴൊക്കെയാണ് വേദനയെന്ന് പറഞ്ഞു. അപ്പോൾ മണ്ടയിൽ കഫം ഉള്ളതായിട്ട് നമുക്ക് അവൾ സംസാരിക്കുമ്പോൾ തന്നെ അറിയാം. ഇങ്ങനെ കഫം കെട്ടിക്കിടക്കുമ്പോൾ ഒരു ചിനുങ്ങലുണ്ടാവില്ലേ, അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആ ടാബ്ലറ്റൊക്കെ കഴിച്ചപ്പോൾ നല്ല ആശ്വാസമുണ്ട്. പിന്നെ ചോറെല്ലാം വാങ്ങിച്ചിട്ട് വന്നു. ഏട്ടനൊരു മട്ടൻ്റെ ലിവർ റോസ്റ്റ് കൂടെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് ഒരു ഊണും വാങ്ങി, വേറെ ഫിഷൊന്നും വാങ്ങിയില്ല. ഒരു മട്ടൻ ലിവർ ഒരു ഊണും വാങ്ങി. മട്ടൻ ലിവർ കുഴപ്പമില്ലായിരുന്നു, കറിയുടെയൊക്കെ ഒരു ഇതായിരുന്നു കേട്ടോ. എന്നിട്ട് ഉച്ചയ്ക്ക് ലഞ്ചെല്ലാം കഴിച്ച ശേഷം ഞാൻ നെട്ടയത്ത് വന്നു. നെട്ടയത്ത് വേദയുടെ ബാഗ് ഒക്കെ കിടക്കുമായിരുന്നു, സ്കൂൾ ബാഗെല്ലാം കിടക്കുമായിരുന്നു. അതെല്ലാം എടുക്കാനായിട്ട് വന്നതാണ്. എന്നിട്ട് അവിടെ കുറച്ച് സമയം ഇരുന്ന ശേഷം ഞാൻ വേദയെ ട്യൂഷനാക്കിയിട്ടാണ് വീട്ടിൽ പോയി കേട്ടോ. അമ്മ കൈയെല്ലാം അഴിച്ച് കളഞ്ഞു, വീട്ടിലെ ജോലി കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അതിൻ്റെ സന്തോഷത്തിലാണ് അമ്മ. അങ്ങനെ ഞാൻ വേദയെ ട്യൂഷന് വിട്ടിട്ടാണ് വന്നത്. വേദ ഓക്കെ ആയി. എന്നിട്ട് നാളത്തേക്ക് വേണ്ടി മീൻ വാങ്ങാനായിട്ട് തിരുമല മാർക്കറ്റ് വന്നു കേട്ടോ. കോവിഡിന് മുന്നേ വലിയ മാർക്കറ്റായിരുന്നു, നിറച്ച് മീൻ കാര്യങ്ങളായിട്ട്. വൈകുന്നേരം കേട്ടോ ഇവിടെ മാർക്കറ്റുള്ളത്. അങ്ങനെ കോവിഡിന് ശേഷം ഇടയ്ക്കൊക്കെ വല്ലപ്പോഴേ വരാറുള്ളൂ. കോവിഡിന് മുന്നേ എന്നും വൈകിട്ട് അവിടെ വന്ന് മീൻ വാങ്ങിയിട്ടാണ് പോവാറ്. പക്ഷേ കോവിഡിന് ശേഷം അങ്ങനെ വരാറില്ല. ഇവിടെ അത്രയും ഫ്രഷ് മീൻ ഇപ്പോൾ കിട്ടാറില്ല.
അപ്പോൾ ഇന്ന് എന്തായാലും കുറേ നാളിന് ശേഷം വീണ്ടും തിരുമല മാർക്കറ്റിൽ വന്നു. ഇപ്പോൾ വന്നപ്പോൾ വീണ്ടും മാർക്കറ്റ് പഴയതുപോലെയൊക്കെ പഴയ അത്രയും എങ്കിലും കുഴപ്പമില്ല. ഇടയ്ക്കൊക്കെ വന്നപ്പോൾ മീനും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ വീണ്ടും കുറച്ചൊക്കെ മീനും ആൾക്കാരും ഒക്കെ കച്ചവടമൊക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരം ചന്തയാണ്. മുന്നേ നല്ല കിടിലം ഫ്രഷ് ഫിഷ് വൈകുന്നേരങ്ങളിൽ വന്ന് ഇവിടെ നിന്ന് വാങ്ങും. നമുക്ക് അടുത്തല്ലേ തിരുമല, അവിടെ ഓടി വന്ന് വാങ്ങും. വൈകുന്നേരം വയ്ക്കും, അപ്പോൾ ചൂടുകൂടെ കഴിക്കും. അങ്ങനെ ആയിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കോവിഡ് വന്ന ശേഷം അത്ര ഫ്രഷ് കിട്ടുന്നില്ല. അങ്ങനെ അങ്ങോട്ട് പോയപ്പോഴാണ് ഒരു ആൻറ്റി ശുശു എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ കരുതി സാധാരണ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണെന്ന് കരുതി. അപ്പോൾ അല്ല, എൻ്റെ സീരിയലൊക്കെ കാണുന്നൊരു ആൻറ്റി കേട്ടോ. സീരിയലൊക്കെ ഉള്ള കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞാണ് ചോദിച്ചത്. അങ്ങനെ ആൻറ്റിക്ക് ഒരു മുഖമൊക്കെ കൊടുത്തിട്ട് വീണ്ടും പോയപ്പോൾ നിറച്ച് മീനൊക്കെ നല്ല ഫ്രഷ് മീൻ ഇന്നിപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് വാങ്ങിയത് ആവോലിയാണ് വാങ്ങിയത്. മീനെല്ലാം വാങ്ങിയ ശേഷം അവിടെ നിന്ന് കുറച്ച് പച്ച ചീരയോടെ വാങ്ങി. ഇന്നൊരു ചേഞ്ചിന് വേണ്ടി പച്ച ചീരയാണ് വാങ്ങിയത്. എന്നിട്ട് നമ്മുടെ പപ്പടം ആൻറ്റിയുടെ നിന്ന് പപ്പടവും വാങ്ങി. ആൻറ്റിയുടെ കേട്ടോ, ഇവിടെ മാർക്കറ്റിൽ വരുമ്പോൾ സ്ഥിരം വാങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആൻറ്റിയുടെ നിന്ന് പപ്പടം എല്ലാം വാങ്ങി. ദേ നോക്കി ഏട്ടൻ്റെ പുതിയ ലുക്ക്, എന്തൊരു കോലാന്ന് നോക്കി, മനുഷ്യൻ എന്തൊക്കെയാണ് കാണിച്ച് വെച്ചിരിക്കുന്നതെന്ന് നോക്കി. അത് എന്നോട് ചോദിച്ചു താടി എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ താടി എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ ഇത്രയും പ്രത്യേകമാവുന്ന ഏട്ടനും കരുതിയില്ല, ഞാനും കരുതിയില്ല, ആരും കരുതിയില്ല. ഇതുപോലെ തന്നെ അനിയത്തിയുടെ ഹസ്ബൻഡ് സച്ചു, അവനും താടിയെല്ലാം എടുത്തിട്ടൊരു കോലായിട്ടിരിക്കുക കേട്ടോ. കണ്ടാൽ പോലും മനസ്സിലാവാത്ത രീതിയിലിരിക്കുകയാണ്. പിന്നെ ഞാനും പറയണ്ടല്ലോ, മുടിയെല്ലാം വെട്ടിയൊരു കോലായിട്ടിരിക്കുകയാണ്. നിങ്ങൾ വിട്ടേക്കാം, മറന്നേക്കാം അതിനെപ്പറ്റി. അപ്പോൾ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒക്കെ മാറ്റുകയാണ്. ഇനി അടുത്ത വർഷം മതിയല്ലോ ഇതിൻ്റെയൊക്കെ ആവശ്യം. ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയിട്ടോ അതെല്ലാം എടുത്ത് മാറ്റാനായിട്ട്. വീടെല്ലാം ആകെ കൊള്ളായിട്ട് കിടക്കുകയാണ്. ഇനി നാളെ വേണം ഫുൾ അടിച്ച് വാരി വൃത്തിയാക്കി വീട് പഴയതുപോലെ ആക്കാൻ. കുറേ ദിവസമായിട്ട് വീട്ടിലൊന്നും നിൽക്കുന്നില്ല. അങ്ങനെ അതിൻ്റെ ഒരു വൃത്തികേട് വീട്ടിൽ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്നൊരു കുഞ്ഞ് വീഡിയോ ആണ്, വേദയ്ക്ക് വയ്യാത്തൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ഇത് ഒക്കെ ഉള്ളത് കൊണ്ടാണ് കുഞ്ഞ് വീഡിയോ. നാളെ ഒരു വലിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.